ഹായ് എവരിവൺ, വെൽക്കം ടു കാർഡ് മഞ്ചോ. HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാമെന്നതിനുള്ള ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ക്വാളിറ്റിയും അപ്രൂവൽ റേഷ്യോയും കൂട്ടാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കൊടുത്തിട്ടുള്ള HDFC വെരിഫൈഡ് ലിങ്ക്സിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പെൻഡിങ്ങോ എറേഴ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ HDFC എക്സിക്യൂട്ടീവ്സിന് ഡയറക്റ്റ് നിങ്ങളെ വിളിച്ച് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങളിപ്പോൾ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ കറക്റ്റ് മൊബൈൽ നമ്പറും പാൻ കാർഡിൽ കൊടുത്തിട്ടുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് OTP എൻ്റർ ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സെക്ഷനാണ്. ഇവിടെ നിങ്ങളുടെ പേര് പാൻ കാർഡിലുള്ള അതുപോലെ തന്നെ വേണം കൊടുക്കാൻ. നിങ്ങളുടെ ജെൻഡർ, പാൻ കാർഡ് നമ്പർ, മെയിൽ ID എല്ലാം ഫിൽ ചെയ്യുക. അടുത്തതായി നിങ്ങൾ സാലറീഡ് ആണോ ബിസിനസ് ആണോ, അതായത് സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെരിഫിക്കേഷനിൽ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. കമ്പനി നെയിം എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ അതേഴ്സ് എന്നുള്ള ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാതെ നിങ്ങളുടെ കമ്പനി നെയിം താഴെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കമ്പനി HDFC ബാങ്കിൽ ലിസ്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി താഴെ സജഷൻസ് കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ അപ്രൂവൽ ആവാൻ ചാൻസസ് കൂടുതലാണ്. കമ്പനി നെയിം നിങ്ങൾ സജഷൻസിൽ വരുന്നില്ല, നിങ്ങൾ അൺലിസ്റ്റഡ് ആണ് കമ്പനി എന്നുണ്ടെങ്കിൽ അതേഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമ്പനി നെയിം ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേഴ്സ് ടിക്ക് ചെയ്തിട്ട് താഴെ കമ്പനി നെയിം കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അടുത്തതായി നിങ്ങൾ റെസിഡൻസ് അഡ്രസ് എൻ്റർ ചെയ്യുന്ന സെക്ഷനാണ്. ഇവിടെ എപ്പോഴും എൻ്റർ മാനുവലി എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷമാണ് അഡ്രസ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇക്വിഫാക്സ് കൊടുക്കരുത്. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും ആധാർ അഡ്രസ്സും അഥവാ നിങ്ങളുടെ റെസിഡൻസ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾ ഈ സെക്ഷനിൽ യെസ് തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളെ റെസിഡൻസ് ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്രസ്സ് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങളെ ആധാർ അഡ്രസ്സിലല്ല, നിങ്ങൾ വേറെ അഡ്രസ്സിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നോ കൊടുത്തതിന് ശേഷം ആദ്യം നിങ്ങളുടെ റെസിഡൻസ് അഡ്രസ്സ്, നിങ്ങളിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് ആ അഡ്രസ്സ് ആ ഫസ്റ്റ് സെക്ഷനിൽ എൻ്റർ ചെയ്യുകയും രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങളുടെ പ്രൂഫിലുള്ള ആധാറിലുള്ള അഡ്രസ്സും ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഈ കറക്റ്റ് അഡ്രസ്സ് കൊടുക്കുന്നത് നമുക്ക് കറക്റ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ബെസ്റ്റ് ഓഫർ കൊടുക്കുക. ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആണോ റിജക്റ്റഡ് ആണോ എന്നറിയാൻ പറ്റുന്നത്. ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതെങ്കിൽ ബാങ്കിൻ്റെ പോളിസി പ്രകാരം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണ്. നിങ്ങൾക്കൊരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതുപോലെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആണ്, പക്ഷേ ബാങ്കിൻ്റെ പോളിസി പ്രകാരമുള്ള ഇൻകം പ്രൂഫ് മുമ്പോട്ടുള്ള സ്റ്റെപ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ചെക്ക് ബെസ്റ്റ് ഓഫർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് കാർഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ യാതൊരുവിധ ഇൻകം പ്രൂഫും ഇല്ലാതെ തന്നെ അപ്രൂവ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെ തന്നെ ലൈഫ് ടൈം ഫ്രീ ഓഫറും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാർഡ് മെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്തതായി കാർഡ് കൺഫേം ചെയ്തതിന് ശേഷം ഗെറ്റ് ദിസ് കാർഡ് കൊടുക്കുക. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഓഫീസ് അല്ലെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഓഫീസ് അല്ലെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. താഴെയായി നിങ്ങളുടെ മന്ത്ലി ഇൻകം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സെൽഫ് എംപ്ലോയിഡ് കേസ് ആണെങ്കിൽ ആനുവൽ ഇൻകം ആണ് എൻ്റർ ചെയ്യേണ്ടത്. അത് മിനിമം നമുക്കൊരു 6 ലക്ഷത്തിന് മുകളിലെങ്കിലും ആയിരിക്കണം. താഴെ മദർ നെയിം കൊടുക്കുക. ആർ യു സപ്പോർട്ടഡ് ബൈ ബാങ്ക് എംപ്ലോയി എന്നുള്ള ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി ഒഫീഷ്യൽ പർപ്പസിനുള്ളതാണ്. അവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട KYC സെക്ഷൻ. ഇതിൽ ആധാർ ബേസ്ഡ് EKYC പ്ലസ് VKYC എന്ന സെക്ഷനാണ് ഫാസ്റ്റസ്റ്റും കൺവീനിയൻറ്റും ആയിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഡിജിറ്റൽ പാൻ അല്ലാതെ ഒറിജിനൽ പാൻ കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം വീഡിയോ കോൾ KYC ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഒറിജിനൽ പാൻ കാർഡ് വേണ്ടതാണ്. ഈ ഒറിജിനൽ പാൻ കാർഡ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് അല്ലെങ്കിൽ മാത്രം നിങ്ങൾ ആധാർ ബയോമെട്രിക് KYC അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്
എന്ന ഈ സെക്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ സെക്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വെരിഫിക്കേഷൻ ഏജൻറ്റ് നിങ്ങളുടെ റെസിഡൻസ് അഡ്രസ്സിൽ വന്ന് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച ശേഷം KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. സോ ആധാർ ബേസ് eKYC എന്ന സെക്ഷൻ സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. നിങ്ങളുടെ പിൻകോഡ് ബയോമെട്രിക് ആക്സസിബിൾ പിൻകോഡ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണിക്കുകയുള്ളൂ. മൂന്നാമതായി കൊടുത്തിട്ടുള്ള ഫിസിക്കലി വെരിഫൈഡ് ഡോക്യുമെൻ്റ് എന്ന സെക്ഷൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വളരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി ആധാർ ബേസ്ഡ് eKYC എന്ന പ്രോസസ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP കൊടുത്ത ശേഷം വെരിഫൈ KYC കൊടുക്കുക. ഇനി ഈ ഒരു സെക്ഷനിൽ റെസിഡൻസ് അഡ്രസ്സ് കൺഫേം ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ റെസിഡൻസ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോ കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇനി അഡ്രസ്സ് സെയിം ആണെങ്കിൽ യെസ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക.